Welcome to Kalavara. Now we will pineapple pickle. I just stove on 4 tablespoons നല്ലെണ്ണ ഒഴിക്കുക. നല്ലെണ്ണയാണ് അച്ചാറിന് നല്ലത്. എണ്ണ ചൂടായി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം. ഇനി 2 ചുവപ്പ് മുളക് ചേർക്കാം. 4 പച്ചമുളക് നീളത്തിൽ കീറിയത്. വെളുത്തുള്ളി, ഇഞ്ചി. കറിവേപ്പില. ഇനി തീ കുറച്ച് വെച്ചിട്ട് പൊടികൾ ചേർക്കാം. പൊടി ഇടുമ്പോൾ കരിഞ്ഞു പോകുന്ന പേടിയുള്ളവരാണെങ്കിൽ സ്റ്റൗ ഓഫ് ചെയ്തിരുന്നാൽ മതി. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ സാദാ മുളക് പൊടി, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ കായപ്പൊടി, 1 നുള്ള് ഉലുവ വറുത്ത് പൊടിച്ചത്, ഉപ്പ് ആവശ്യത്തിന്, പോരെങ്കിൽ പിന്നീട് ചേർക്കാം. മൂന്ന് ടേബിൾ സ്പൂൺ വിനാഗിരി. പൈനാപ്പിളിന്റെ പുളി നോക്കിയിട്ട് വേണം വിനാഗിരി ചേർക്കേണ്ടത്. ഇനി പൈനാപ്പിൾ ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കാം. ഇതൊരു മീഡിയം സൈസ് പൈനാപ്പിൾ ആണ്. പൈനാപ്പിളിന്റെ ചാറുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി സ്റ്റൗ ഓഫ് ചെയ്യാം. ഉപ്പും പുളിയും ആവശ്യത്തിനുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. പൈനാപ്പിളിന് മധുരം കുറവാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർക്കാം. ഈ പൈനാപ്പിളിന് നല്ല മധുരമുണ്ട്, അതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല. പിക്കിളിന്റെ ഏത് വീഡിയോ ചെയ്യുമ്പോഴും ഞാൻ പറയാറുള്ളതാണ്, പിക്കിൾ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന പാത്രമാണെങ്കിലും കുപ്പിയാണെങ്കിലും കഴുകി നന്നായിട്ട് ഉണക്കിയതായിരിക്കണം. ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ എൻ്റെ പഴയ വീഡിയോസും കാണണം. നിങ്ങളുടെ സപ്പോർട്ട് അത്യാവശ്യമാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.